A very warm welcome to my dear students to Bina's Competitive Mastery Kondamangalam, and also welcome to our English class. So, we are moving to our last sections of the story, right? Yes. So, we know that the third character of the story, right? Yes, who's that third character? Yes, the young boy. He was attempting a suicide, right? Yes. ഇത്രയും പോർഷൻസാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് കേട്ടോണ്ടിരുന്നത് അല്ലേ? എന്തായിരിക്കും ആ കുട്ടി ഇങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള റീസൺ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കൊരു ക്യൂരിയോസിറ്റിയൊക്കെ വന്നോ എന്താണ് ബാക്കി സ്റ്റോറി എന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ. അതിനു മുമ്പ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? ആ ഒരു പാരഗ്രാഫ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ചിട്ട് നമുക്ക് അടുത്ത ആ പാരഗ്രാഫ്സിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ആ പാരഗ്രാഫ് ഒന്നും കൂടി ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതൊന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം. വാട്ട് ഡിഡ് ദ ഡോക്ടേഴ്സ് ടു സേവ് ദ ലൈഫ് ഓഫ് ദ യങ് മാൻ? അല്ലേ, നമ്മൾ ഈ ഒരു കാര്യമാണ് കഴിഞ്ഞ പാരഗ്രാഫ്സിൽ നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ആ യങ് മാനെ സർജൻ പോലീസും നമ്മുടെ മെയിൻ ക്യാരക്ടർ നമ്മുടെ ഓതർ A.J. ക്രോണിൻ, ദാറ്റ് മീൻസ് ആ ഡോക്ടർ, രണ്ടുപേരും കൂടി ഹൗ ടു സേവ് ദ ലൈഫ് ഓഫ് ദ യങ് മാൻ. എങ്ങനെയാണ് സേവ് ചെയ്തത്? യെസ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സർജൻ ദ ഡോക്ടർ ബിഗാൻ ദ വർക്ക് ഓഫ് റിസസിറ്റേഷൻ. ദ ലേബർഡ് ഹാർഡ് ഫോർ ആൻ എൻറ്റയർ അവർ. As they were about to give up, the young man started breathing and soon he was sitting up. നമ്മൾ ഇന്നലെ കുറച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത്. കുറച്ച് മീനിങ്സ് ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഈ റിസസിറ്റേഷൻ്റെ മീനിങ് ഒക്കെ എന്തായിരുന്നു? ആ ജീവൻ നിലനിർത്തുക. പിന്നെ എന്തൊക്കെ വേർഡ്സാണ് നമ്മൾ പഠിച്ചത്? മഫിൾഡ്, നിശബ്ദമായിട്ടിരിക്കുക, അല്ലെങ്കിൽ സൗണ്ട് ഈസ് ക്വൈറ്റ് ഓർ നോട്ട് ക്ലിയർ, ക്ലിയർ ആവാത്തുള്ള ആ ഒരു ശബ്ദം അതിനെ നമ്മൾ പറയുന്നതാണ് മഫിൾഡ്. പിന്നെന്താണ് അജിറ്റേറ്റഡ്, ദാറ്റ് മീൻസ് ആങ്ഷ്യസ് ഓർ നെർവസ്. പിന്നെന്താ സ്ട്രെനോസ്. സ്ട്രെനോസ് എന്താണ്? കഠിനമായിട്ട് പരിശ്രമിക്കുക. ഡോക്ടറും നമ്മുടെ സർജനും കൂടി നന്നായിട്ട് ആ കുട്ടീനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞൊരു വേർഡാണ് സ്ട്രെനസ്. പിന്നെന്തുവാ, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡ് പഠിച്ചു, കൺവൾസീവ് ഗ്യാസ്പ് അല്ലേ? എന്നുവെച്ചാൽ എന്തായിരുന്നു? പെട്ടെന്നുള്ളൊരു ബ്രീത്തിങ്ങിനെ എടുക്കുന്നതിനെ നമ്മൾ പറയുന്നതാണ് കൺവൾസീവ് ഗ്യാപ്പ്. നമ്മൾ കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു പാരഗ്രാഫ് തീർത്തു. ഈ ഒരു ക്വസ്റ്റ്യനാണ് അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുകയും ചെയ്തത് അല്ലേ? ഇത്രയും പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, നമ്മളിനി ലാസ്റ്റത്തെ പാരഗ്രാഫ്സിലേക്ക് കിടക്കാൻ പോവാണ്. ലാസ്റ്റത്തെയും മുമ്പത്തെ ഉള്ള 2 പാരഗ്രാഫ്സാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അതായത് 13th പാരഗ്രാഫും 14th പാരഗ്രാഫുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ, നമുക്ക് നോക്കാം എന്താണ് ഈ 13th പാരഗ്രാഫിലും 14th പാരഗ്രാഫിലും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫ്സിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ആസ് ഹീ റീഗെയിൻഡ് ഹിസ് സ്ട്രെങ്ത്, അങ്ങനെ അവൻ ബ്രീത്തൊക്കെ ചെയ്ത് ലാസ്റ്റത്തെ അറ്റംപ്റ്റിൽ അവർ ആ കുട്ടീനെ എണീപ്പിച്ചു. അവൻ എന്നിട്ടൊരു റീഗെയിൻഡ് ഹിസ് സ്ട്രെങ്ത്, അവൻ അവൻ്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യണ പോലെ ഒന്ന് എണീറ്റ് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് ഹീ ടോൾഡ് അസ് ഹിസ് സ്റ്റോറി. അങ്ങനെ അവൻ അവൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നു. ഹിസ് പാരൻസ് വർ ഡെഡ്, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചു പോയിരുന്നു. ആൻ അങ്കിൾ ഹാഡ് ഫൗണ്ട് ഹിം എ പൊസിഷൻ ആസ് എ ക്ലർക്ക് ഇൻ എ ലണ്ടൻ സോളിസൈറ്റേഴ്സ് ഓഫീസ്. അങ്ങനെ ഇവന് അച്ഛനും അമ്മ ഇല്ലാത്ത കാരണം അവൻ്റെ അങ്കിള് അവനൊരു ലണ്ടനിലൊരു ജോലി ശരിയാക്കി കൊടുത്തു. എന്താണ് ജോലി? സോളിസൈറ്റേഴ്സ് ഓഫീസിൽ, അതായത് നമ്മുടെ ഇവിടുത്തെ ക്ലർക്ക് ജോലി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ലണ്ടനിലെ സോളിസൈറ്റേഴ്സ് ഓഫീസിൽ ഒരു ജോലി അവന്, ഒരു ക്ലർക്കിൻ്റെ ജോലി അവന് വാങ്ങിച്ചു കൊടുത്തു. ഹി ഹാഡ് ബീൻ ഇൻ ദ സിറ്റി ഓൺലി 6 months. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ വേർഡ്സ്, ആ ഒരു സെൻറ്റൻസ് നോക്കിയേ. ഹി ഹാഡ് ബീൻ, കഴിഞ്ഞൊരു കാര്യത്തിന് നമ്മൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? ഹി ഹാഡ് ബീൻ ഇൻ ദ സിറ്റി ഓൺലി 6 months. അതായത് കഴിഞ്ഞ 6 മാസമേ അവൻ
6 മാസമേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. അങ്ങനെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസ് ആണത്. ഹി ഹാഡ് ബീൻ ദ സിറ്റി ഓൺലി 6 months. അറ്റേർലി ഫ്രണ്ട്ലെസ്. അറ്റേർലി ഫ്രണ്ട്ലെസ് എന്ന് വെച്ചാൽ എന്താ? അറ്റേർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് ഫ്രണ്ട്ഷിപ്സ്, അതാണ് അറ്റേർലി ഫ്രണ്ട്ലെസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഹി ഹാഡ് ഫോളൻ വിക്ടിം ടു ദ ലൂസ് സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്സ്. അവൻ ലൂസ് സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തഴിഞ്ഞ ജീവിതം കഴിക്കുക. അല്ലെങ്കിൽ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, ബാഡ് ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കും അവർക്ക് കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്താണ്, നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റുമോ? ആദ്യമൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ലൈഫിൽ, ഒരുപാട് കാണാത്ത കാര്യങ്ങളൊക്കെ കാണുന്നു, കുറേ ഇഷ്ടപ്പെട്ട അനുഭവങ്ങളൊക്കെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു. അങ്ങനെ അത് അവൻ്റെ ജീവിതമേ പോകുന്ന തരത്തിലുള്ള ലൈഫായി മാറിയവൻ്റെ. ഓക്കെ, ഹി ഹാഡ് ഫോളൻ വിക്ടിം ടു ദ ലൂസ് സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്സ്. ഹാഡ് മെയ്ഡ് ബാഡ് കമ്പനീസ് ആൻഡ് ലൈക്ക് എ യങ് ഫൂൾ. അവന് ഒരുപാട് ബാഡ് കമ്പനീസ് ഉണ്ടായിരുന്നു. ചെറുപ്പം എന്ന് പറയുന്ന പ്രായം നമുക്കറിയാം അല്ലേ, ഭയങ്കര കുരുത്തക്കേടുകൾ ഒപ്പിക്കുന്ന ഒരു പ്രായമാണ്. അപ്പം കൂട്ടുകാരും എങ്ങനെയാണ്, ബാഡ് ഫ്രണ്ട്സാണുള്ളത്. അപ്പോൾ നിങ്ങളും ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ ബാഡ് ഫ്രണ്ട്സിനെയൊക്കെ മാറ്റി ഗുഡ് ഫ്രണ്ട്സിനെ മാത്രം. ഇല്ലെങ്കിൽ ബാഡ് ഫ്രണ്ട്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബാഡ് ഫ്രണ്ട്സ് എന്നല്ല, ചിലപ്പോൾ അവനറിയാതെ തന്നെ അവനെ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. നിങ്ങൾ അതൊക്കെ തിരുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലേ? അങ്ങനെയല്ലേ നല്ല ഫ്രണ്ട്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ യങ് ബോയ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരുന്നു? ബാഡ് ഫ്രണ്ട്സ് ആയിരുന്നു. അവൻ അറിഞ്ഞില്ല ചെയ്ത കൂട്ടുകാരായിരുന്നു. അവൻ ആദ്യമായിട്ട് വരുന്നതല്ലേ ലണ്ടനിലേക്ക്. അപ്പോൾ ഈ ഒരു സിറ്റി ലൈഫൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയൊക്കെ നമുക്ക് അറിയാൻ പാടുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതിലൊന്നും പോയി വീഴരുത്. പക്ഷേ നമ്മുടെ ഈ ക്യാരക്ടർ എന്ത് ചെയ്തു, അതിലൊക്കെ പോയി വീണു. ഒരു ലൂസ് സൊസൈറ്റിയുടെ ഭാഗമൊക്കെ ആയിട്ട് അവൻ മാറി. ഓക്കെ, അങ്ങനെ ഹി ഹാഡ് മെയ്ഡ് ബാഡ് കമ്പനീസ് ആൻഡ് ലൈക്ക് എ യങ് ഫൂൾ ഈഗർ ടു ടേസ്റ്റ് പ്ലഷർ ഫാർ ബിയോണ്ട് ഹിസ് മീൻസ്. അവന് എന്താണ്, ഒരുപാട് സുഖങ്ങൾ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അവന് പൈസ ഉണ്ട്, കയ്യിൽ ജോലിയുണ്ട്. അപ്പോൾ അവൻ എന്തും ചെയ്യാം, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്, എല്ലാത്തിലും വലിയ വലിയ ആൾക്കാരായിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഹാഡ് ബിഗൺ ടു ബെറ്റ് ഓൺ ഹോഴ്സസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുതിരപ്പന്തയം എന്നൊക്കെ പറഞ്ഞാൽ? അന്നത്തെ ആ ഒരു ലണ്ടൻ ആ ഒരു സമയത്ത് ഭയങ്കര ഒരു ക്രേസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെയുള്ളൊരു കുതിരപ്പന്തയത്തിന് പോവുക എന്നൊക്കെ പറയുന്നത് ഒരു ട്രെൻഡായിരുന്നു അന്നേരത്തെ. സോ അവൻ അവിടെ പോയിട്ടൊരു ബെറ്റ് വെക്കാണ്. ഓക്കെ, അവനെന്താ ചെയ്തത്? ഹാഡ് ബിഗാൻ ടു ബെറ്റ് ഓൺ ഹോഴ്സസ്. സൂൺ ഹീ ഹാഡ് ലോസ്റ്റ് ഓൾ ഹിസ് സ്മോൾ സേവിങ്സ്. പക്ഷേ അവൻ അവിടെ പോയിട്ട് എന്ത് പറ്റി? അവൻ്റെ കയ്യിലുണ്ടായ ഉള്ള പൈസയും കൂടി ഇല്ലാണ്ടായി, അല്ലെങ്കിൽ അവൻ്റെ സേവിങ്സും കൂടി നഷ്ടപ്പെട്ടു. ഹാഡ് പ്ലെഡ്ജ്ഡ് ഹിസ് ബിലോങ്ങിങ്സ് ആൻഡ് owed the bookmaker a distress amount. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ കയ്യിലുണ്ടായ കംപ്ലീറ്റ് പൈസ അവർക്ക് അവിടെ കൊടുക്കേണ്ടി വന്നു. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? കുതിരപ്പന്തയിൽ എത്രയൊക്കെ പോയി കഴിഞ്ഞാൽ, ഒരു ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ, നമ്മുടെ കയ്യിലുള്ള പൈസയും കൂടി പോകുമല്ലേ? ആ ഒരു അവസ്ഥ ഇവനും അവിടെ വന്നു. അവനവിടെ തോറ്റുപോയി. അവൻ്റെ കയ്യിലുണ്ടായ കംപ്ലീറ്റ് പൈസ ബുക്ക് മേക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നിന്ന് ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുക്ക് മേക്കർ എന്ന് പറഞ്ഞാൽ ആ ഒരു കുതിരപ്പന്തയം നടത്തുന്ന ആളില്ലെങ്കിൽ ആ ഒരു ബെറ്റിനൊക്കെ നേതൃത്വം വഹിക്കുന്ന ഒരാളുണ്ടാവും അല്ലേ? അയാൾക്ക് എന്ത് ചെയ്തു? കംപ്ലീറ്റ് പൈസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇൻ ആൻ എഫേർട്ട് ടു റീകൂപ്പ് ഹി ഹാഡ് ടേക്കൺ എ സം ഓഫ് മണി ഫ്രം ദി ഓഫീസ് സേഫ് ഫോർ എ ഫൈനൽ ഗാംബിൾ ദാറ്റ് ഹി വാസ് അഷ്വേർഡ് വാസ് സർട്ടൻ ടു വിൻ. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഒന്നും കൂടി ആ ഒരു കുതിരപ്പന്തയം ജയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാശിപ്പുറത്ത് അവൻ എന്താ ചെയ്തത്? ഒന്നും കൂടി റീകൂപ്പ് ചെയ്തു, ഒന്നും കൂടി റീഗെയിൻ ചെയ്തു. എനിക്ക് ആ കുതിരപ്പന്തയത്തിൽ ജയിക്കണം, അതിന് വേണ്ടി അവൻ എന്ത് വേണം? പൈസ വേണം അല്ലേ? പൈസയ്ക്ക് വേണ്ടി അവൻ എന്താ ചെയ്യുന്നത്? ഹി ഹാഡ് ടേക്കൺ എ സം ഓഫ് മണി ഫ്രം ദ ഓഫീസ് സേഫ്. ഓഫീസിൽ നിന്ന് അവൻ പൈസ കട്ടെടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഫൈനൽ ഗാംബിൾ, ആ ഒരു ഗെയിം ജയിക്കാൻ വേണ്ടിയിട്ട് അവൻ ഓഫീസിൽ നിന്ന് പൈസ കടക്കാട് കൊടുക്കുന്നു. ഗാംബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് ഗെയിം ഓഫ് ചാൻസ് ഫോർ മണി, അല്ലെങ്കിൽ ബെറ്റ് വെക്കുക എന്നൊക്കെ പറയുന്നൊരു മീനിങ്ങാണ് ഗാംബിൾ. അതിന് വേണ്ടി അവൻ ഓഫീസിൽ നിന്ന് പൈസ എടുക്കുകയാണ്. അങ്ങനെ ബട്ട് ദിസ് ലാസ്റ്റ് റിസോർട്ട് ഹാഡ് ഫെയിൽഡ്. പക്ഷെ അവൻ എന്ത് പറ്റി? അതിന് അവന് തോൽക്കേണ്ടി വന്നു. ടെറിഫൈഡ് ഓഫ് ദ
prosecution, the must follow sick at heart, sunk in despair. He had shut himself in his room and turned on the gas. അങ്ങനെ അവനെന്ത് പറ്റി, പെട്ടെന്നൊരു പേടി വന്നു. ഞാൻ ഓഫീസിൽ നിന്ന് കണ്ടുകൊടുത്തിട്ടുണ്ട് പൈസ, എനിക്കിനി അത് കൊടുക്കാൻ പറ്റൂല, ഞാൻ കുതിരപ്പന്തയത്തിന് തോറ്റുപോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ്റെ ആ കുഞ്ഞു മനസ്സെന്തായി, നശിഞ്ഞു പോയി. അതായത് ഭയങ്കര ഒരു പേടിയിലേക്ക് ആണ്ടിറങ്ങി. അതാണ് ടെറിഫൈഡ് ഓഫ് ദ പ്രോസിക്യൂഷൻ. ഇനി പോലീസുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ചോണ്ട് പോലെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവൻ പേടിച്ചു. അങ്ങനെ ആ പേടിച്ച് ലാസ്റ്റ് അവൻ എന്ത് പറ്റി, അവൻ്റെ ഹൃദയമൊക്കെ ആകെ തകർന്നു. സിക്ക് അറ്റ് ഹാർട്ട്, സങ്ക് ഇൻ ഡെസ്പെയർ. ആ ഒരു എന്താ പറയുക, ആ ഒരു ഡെസ്പെയറിൽ അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിൽ ഇങ്ങനെ ആണ്ടുപോയി. ഹി ഹാഡ് ഷട്ട് ഹിംസെൽഫ് ഇൻ ഹിസ് റൂം. അവൻ റൂമിൽ തന്നെ കുറേ നാളിങ്ങനെ ഇരുന്നു, കുറച്ച് ദിവസം അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഗ്യാസ് തുറന്നു വിട്ടു. അതാണ് അവൻ്റെ സ്റ്റോറി. അങ്ങനെ അടുത്ത പാരഗ്രാഫ് നോക്കൂ. A long bar of silence throbbed in the little attic when he concluded this halting confession. അങ്ങനെ ആ ഒരു റൂമിൽ കംപ്ലീറ്റ് ഒരു സൈലൻസ് വന്നു. A long bar of silence throbbed in the little attic. ആറ്റിക് എന്ന് പറഞ്ഞാൽ ആ റൂമിന് പറയുന്നതാണ്. ആറ്റിക് എന്ന് പറഞ്ഞാൽ റൂമിനെ തന്നെ പറയുന്നൊരു വേർഡാണ് ആറ്റിക് കേട്ടോ. വെൻ ഹി കൺക്ലൂഡഡ് ദിസ് ഹാൾട്ടിങ് കൺഫെഷൻ. ഹാൾട്ടിങ് കൺഫെഷൻ എന്ന് പറഞ്ഞാൽ ദുഃഖം ആണ്ടിറങ്ങുന്ന അല്ലെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട ആ ഒരു നിമിഷത്തിൽ, കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഏറ്റു പറയുക, കുമ്പസരിക്കുക എന്നൊക്കെ പറയും കൺഫെഷൻ. ഓക്കെ, അങ്ങനെ അവന് കംപ്ലീറ്റ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ റൂമിൽ മൊത്തം ഒന്നായി, സൈലൻസ് ആയി. നമ്മുടെ ഡോക്ടർ സർജനും എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഭയങ്കര ദുഃഖം നിറഞ്ഞ ആ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഗ്രഫ്ലി ദ സർജൻ ആസ്ക്ഡ് ഹൗ മച്ച് ഹാഡ് സ്റ്റോളൻ. ഗ്രഫ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളിങ്ങനെ കുറച്ച് ദേഷ്യത്തോടെയൊക്കെ ചോദിക്കൂലേ, അങ്ങനെ നമ്മുടെ പോലീസാണല്ലോ, പോലീസ് സർജൻ അവനോട് ചോദിച്ചു, നീ എത്ര രൂപ മോഷ്ടിച്ചിട്ടുണ്ട്? സ്റ്റോളൻ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു 7 pounds. എത്ര പൗണ്ട് ഉണ്ട്? 7 pound അവൻ മോഷ്ടിച്ചു. 7 pound 10 shillings. അതായത് 7 pound എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപയിൽ ഒരു 725 റേഞ്ച്, അത്രയും പൈസ, അത്രേ മോഷ്ടിച്ചുള്ളൂ. പിന്നെ എന്തുവാ 10 shillings. 10 shillings എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 6 രൂപയൊക്കെ വരും, 6 rupees ഒക്കെയാണ് നമ്മുടെ ഇന്ത്യനിൽ വരുന്നത്. അപ്പോൾ അത്രയും രൂപ അവൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. ദ ആൻസർ സൗണ്ടഡ് പിറ്റിഫുള്ളി. പിറ്റിഫുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തോടെ, ഞാൻ അത്രയും രൂപ മോഷ്ടിച്ചു എന്നൊക്കെ അവൻ പറയാണ്. ഫോർ ദിസ് പാൽട്രിസം ഹി ഹാഡ് ഓൾമോസ്റ്റ് ത്രോൺ അവേ ഹിസ് ലൈഫ്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, പാൽട്രിസം എന്ന് പറഞ്ഞാൽ ഇത്രയും രൂപയ്ക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഇത്രയും ഒരു ചെറിയ പൈസയ്ക്ക് വേണ്ടിയാണോ അവൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ചെയ്തത്, അല്ലെങ്കിൽ അവൻ്റെ ലൈഫ് തന്നെ അവൻ വേസ്റ്റ് ആക്കാൻ തീരുമാനിച്ചത് ഇത്രയും പൈസക്ക് വേണ്ടിയാണോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, ആ ഒരു യങ് ഏജിൽ അല്ലെങ്കിൽ ആ ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു ഏജിൽ ഒരു കുട്ടിക്ക് വരുന്ന അവൻ്റെ മനസ്സിൽ അത്രയേ ഉള്ളൂ, അവൻ അത്രേ അറിവേ ഉള്ളൂ, ലൈഫിൽ അത്രയും എക്സ്പീരിയൻസ് അവന് കിട്ടിയിട്ടുള്ളൂ. അടുത്തത് എന്ത് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻസ് വന്നാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും എന്ത് തരത്തിലൊരു എക്സ്പീരിയൻസ് വന്നാലും അവിടെ തോറ്റ് പിൻവാങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ മറികടക്കാം, ഹൗ ക്യാൻ ബി റീഗെയിൻ ദാറ്റ് സിറ്റുവേഷൻ ഇൻ എ പോസിറ്റീവ് വേ, നോട്ട് ഇൻ എ നെഗറ്റീവ് വേ. ഒരിക്കലും ഈ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഒളിച്ചോടുകയോ, ഒരുപാട് പിള്ളേർ അല്ലെങ്കിൽ ഒരുപാട് കേസസ് നമുക്ക് ഇന്നറിയാം അല്ലേ, നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അങ്ങനെ ഒളിച്ചോടുന്നു, ആത്മഹത്യ ചെയ്യുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് യൂത്ത്ഫുൾ ഏജിൽ. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ ഒരാളോട് ഓപ്പണായിട്ട് പറഞ്ഞ് തീർക്കാനുള്ള പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ഊതിപ്പെരിപ്പിച്ച് അതിങ്ങനെ മനസ്സിൽ വെച്ച് സൂയിസൈഡ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയൊന്നും നിങ്ങളാവരുത്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട്, തെറ്റ് പറ്റിയെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലും പറയുക. നിങ്ങളുടെ ഈ പ്രായത്തിൽ തെറ്റ് പറ്റാത്ത ആരുമില്ല, ആർക്കും തെറ്റ് പറ്റും. സോ നല്ല രീതിയിൽ ജീവിക്കാം. പിന്നെന്താ പറയുക, നമ്മളിപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനൊരു സൂയിസൈഡിൻ്റെയും കാര്യങ്ങളൊന്നും പറ്റി ചിന്തിക്കാതെ നല്ല രീതിയിൽ തിങ്ക് ചെയ്യുക, ജീവിക്കാം. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ആ യൂത്ത് ആയിട്ടുള്ള കുട്ടീനെ പോലെയൊന്നും അവരുതാരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിലുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ
അവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടി, അതൊന്നും വേണ്ട. നമ്മുടെ ക്യാരക്ടർ അന്നേരം അവിടെ കൂടെ ഉള്ളൂ, പോസിറ്റിവിറ്റി നമുക്ക് കൂടെ ഉള്ളൂ. ഇന്ന് നമ്മളത് ചെയ്യാതിരിക്കാൻ നോക്കിയാൽ മതി. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ കൊല്ലാനോ പോകുന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇത്രയും പാരഗ്രാഫിലുള്ളത്. നിങ്ങൾ നന്നായിട്ട് ഈ 2 പാരഗ്രാഫും വായിക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നിന്നുള്ള ആ ഒരു സൈഡ് ക്വസ്റ്റ്യൻസ് 2 നോക്കുക വായിച്ചിട്ട്. എന്നിട്ട് അതിൽ നിന്നുള്ള ആ ഡിഫിക്കൾട്ട് വേർഡ്സൊക്കെ മാർക്ക് ചെയ്ത് വേഗം ഒന്ന് നോക്കിക്കുക ഏതൊക്കെയാണ് ഡിഫിക്കൾട്ട് വേർഡ്സ് വരുന്നത്. ജസ്റ്റ് ഡിഫിക്കൾട്ട് വേർഡ്സ് എനിക്കറിയാം. റീകൂപ്പ് കേട്ടിട്ടില്ല ഇതുവരെ. പിന്നെന്താ ഉള്ളത്? പ്രോസിക്യൂഷൻ, എന്താ അറിയോ? ഗ്രഫ്ലി. നമുക്ക് നോക്കിയാലോ, മീനിങ്സ് നോക്കാം. മീനിങ്സ് അറ്റേർലി എന്താണ്? നമ്മൾ പറഞ്ഞു ബാഡ് ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കുന്നതാണ് അറ്റേർലി. ബാഡ് ഫ്രണ്ട്ഷിപ്പിനെങ്കിൽ ചീത്ത കൂട്ടുകെട്ടിങ്ങനെ കാണിക്കുന്നത്. റീകൂപ്പ്, റീഗെയിൻ, ഒന്നും കൂടി അത് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു മീൻ. അടുത്തത് ഗാമ്പിൾ, പ്ലേ ഗെയിംസ് ഓഫ് ചാൻസ് ഫോർ മണി. ഗാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചീട്ടുകളിയൊക്കെ അതിനൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് ചെയ്ത കുതിരപ്പന്തയം പോലെയുള്ള കളികൾ. പിന്നെ അതിനെയാണ് ഗാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് പ്രോസിക്യൂഷൻ എന്താണ്? ദ കണ്ടിന്യൂഷൻ ഓഫ് എ കോഴ്സ് ഓഫ് ആക്ഷൻ വിത്ത് എ വ്യൂ ടു ഇറ്റ്സ് കംപ്ലീഷൻ. അതായത് ഒരു കേസിൽ വിധി പറയുന്ന നിമിഷം അല്ലെങ്കിൽ അവസരം, അതിനൊക്കെയാണ് നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതിനാണല്ലോ നമ്മൾ പേടിച്ച് സൂസൈഡ് ചെയ്തത്. അടുത്തത് ആറ്റിക്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. സ്മോൾ റൂംസിന് പറയുന്നതാണ് ആറ്റിക് കേട്ടോ. ഇതൊരു പുതിയ വേർഡാണ്, പഠിച്ചു വെച്ചു ആറ്റിക്. അടുത്തത് എന്താ? ഹോൾട്ടിങ്, ത്രൂ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓർ ബ്രോക്കൺ. ഹോൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ആയിട്ട് നമ്മൾ പറയൂല, എന്തെങ്കിലും വിഷമിച്ച് ഡിസ്പൈറ്റ് ആയിട്ടിരുന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഹോൾട്ടിങ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ? ഗ്രഫ്ലി. പോലീസുകാരനെ എങ്ങനെയാണ് ചോദിച്ചത്? സർജൻ പോലീസ് എങ്ങനെയാണ് ചോദിച്ചത്? എത്ര രൂപയാണ് മോഷ്ടിച്ചതെന്ന് ചോദിക്കണല്ലേ? അത് ഏത് രീതിയിലാണ്? ഗ്രഫ്ലി. ഭയങ്കര റഫായിട്ട് പെരുമാറുന്നതിനെയാണ് ഗ്രഫ്ലി എന്ന് പറയുന്നത്. അടുത്തത് പാൽട്രി. എന്താ? വെരി സ്മോൾ എമൗണ്ട്. അത്രയും പൈസയ്ക്ക് വേണ്ടിയാണോ നിൻ്റെ ജീവിതം കളഞ്ഞതെന്ന് ചോദിക്കുന്നത്, അതാണ് പാൽട്രി. ഓക്കെ, എല്ലാവർക്കും മീനിങ്സ് മനസ്സിലായോ? ഇതിലെന്തെങ്കിലും ഡൗട്ടുണ്ടോ? അപ്പോൾ ഇത്രയും മീനിങ്സ്, കുറച്ച് സെൻറ്റൻസുകൾ ഇത്തിരി ടഫായിട്ട് വരുന്ന ഒരു സ്റ്റോറി ആട്ടോ ഇത്. അപ്പം നന്നായിട്ട് നിങ്ങളത് നോക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ മീനിങ്സും ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക സൈഡിലോ. അതിൻ്റെ മലയാളമോ ഇംഗ്ലീഷും അറിയാവുന്ന. ഇതിൽ കുറച്ച് ബ്ലാക്കായിട്ട് കൊടുത്തിരിക്കുന്ന വേർഡ്സ് ഉണ്ടോ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സാണ്. നിങ്ങൾ എഴുതി ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക അതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിനി അറിയാം എന്തായിരിക്കും നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. സൈഡ് ക്വസ്റ്റ്യൻസ് ആണല്ലേ. സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ നമുക്ക്. എന്താണ് ക്വസ്റ്റ്യൻ? utterly friendless, he had fallen victim to the loose society of the streets. What does the author mean by this statement? എന്താണ് utterly friendless എന്ന് വെച്ചാൽ ബാഡ് ഫ്രണ്ട്ഷിപ്പ്. He had fallen victim to the loose society of the streets. സ്ട്രീറ്റ്സിലെ ഒരു കുത്തൊഴിഞ്ഞ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു യങ് ബോയും മാറുകയാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് ഓദർ പറയുന്നത്? എന്തുകൊണ്ടാണ് ആ ഒരു കാര്യത്തിനെ പറ്റി ഓദർ ഇത്രയും ഇതായിട്ട് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്നാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. എൻ്റെ ആൻസർ എന്താണ്? ദ യങ് മാൻ വാസ് വിത്തൗട്ട് ഫ്രണ്ട്സ് ആൻഡ് സ്ലോലി ഹീ ഗോട്ട് ഇൻ ടു ബാഡ് കമ്പനി. അവന് ആദ്യം ഒന്നും ഉണ്ടായില്ല, നല്ല ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അതുകൊണ്ട് സ്ലോലി ഹീ ഗോട്ട് ഇൻ ടു ബാഡ് കമ്പനി. നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തത് കാരണം അവൻ ബാഡ് കമ്പനീസിലേക്ക് പോയെന്ന് നമ്മൾ പറഞ്ഞു. ഹീ സ്റ്റാർട്ടഡ് ലീവിങ് എ ലൈഫ് ബിയോണ്ട് ഹിസ് മീൻസ്. അവൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ലൈഫിലേക്ക്, സുഖങ്ങൾ മാത്രമുള്ള ലൈഫിലേക്ക് അവൻ പോയി. ഹീ ബിഗാൻ ടു ബെറ്റ് ഓൺ ഹോഴ്സസ് ആൻഡ് ഇറ്റ് റൂയിൻഡ് ഹിം. അവൻ എന്ത് ചെയ്തു? കുതിരപ്പന്തയം വെക്കുക, അല്ലെങ്കിൽ ബെറ്റ് വെച്ച് പണം പെട്ടെന്ന് സമ്പാദിക്കണം എന്നുള്ളൊരു മൈൻഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് റൂയിൻഡായിപ്പോയി എന്നാണ് ഓതർ പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വെച്ചിരിക്കുന്നത്. ഒട്ടോളി ഫ്രണ്ട്സ് ആരും ആവാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ബാഡ് കമ്പനീസിൽ നിന്ന് പല
പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് മാത്രം പോയതുകൊണ്ടാണ് ആ കുട്ടി അത്രയും അവൻ്റെ ലൈഫ് തന്നെ അവൻ എന്താക്കിയത്, കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് ആക്കിയതിൻ്റെ കാരണം. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ക്വസ്റ്റ്യൻ 13. വൈ ഡിഡ് ദ യങ് മാൻ ട്രൈ ടു കമ്മിറ്റ് സൂയിസൈഡ്? എന്തിനാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ പോയത്? എന്തിനായിരിക്കും? ഹി ഹാഡ് ലോസ്റ്റ് ഹെവിലി ഓൺ ഹോഴ്സ് ബെറ്റിംഗ്. അവൻ ഹോഴ്സ് ബെറ്റിങ്ങിൽ ലോസ്റ്റായി, തോറ്റുപോയി. ടു റിക്കവർ ഹിസ് ലോസസ് ഹി ഡിസൈഡ് ടു മേക്ക് എ ഫൈനൽ ബെറ്റ്. അവൻ്റെ നഷ്ടപ്പെട്ട പോയ പൈസ തിരിച്ചെടുക്കാൻ വേണ്ടി പിന്നെ ബെറ്റ് വെച്ചു. For that, he had no money and so he stole money from the safe where he was working. അവൻ്റെ പൈസ ഇല്ലാത്ത കാരണം അവൻ്റെ ഓഫീസിൽ നിന്ന് സേഫായിട്ട് വെച്ചിരിക്കുന്ന മണി അവൻ സ്റ്റോൾ ചെയ്തു, അല്ലെങ്കിൽ കട്ടെടുത്തു. ഹി ലോസ്റ്റ് ദാറ്റ് ബെറ്റ് ഓൾസോ. പക്ഷേ പിന്നീടും അവൻ എന്ത് പറ്റി, ആ ഒരു ഹോഴ്സ് അല്ലെങ്കിൽ കുതിരപ്പന്തയത്തിന് ജയിക്കാൻ പറ്റിയില്ല. ഹി ന്യൂ ഹി വുഡ് ബി കോട്ട് ആൻഡ് സോ ഹി ഡിസൈഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അവൻ എന്ത് വിചാരിച്ചു, അവന് പിന്നെ പ്രോസിക്യൂഷനൊക്കെ വരും, പോലീസ് പിടിച്ചിട്ട് പോവും, അവൻ്റെ ലൈഫ് വേസ്റ്റ് ആവും, അവൻ ആരുമില്ല എന്നൊക്കെ വിചാരിച്ച് അവൻ സൂയിസൈഡിന് മുതിർന്നു. അതുകൊണ്ടാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം വന്നത്. നമ്മൾ വായിച്ചതല്ല പാരഗ്രാഫിൽ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ എന്തുകൊണ്ടാണെന്നൊക്കെ? ഓക്കെ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ നമ്മുടെ ഗ്രാമർ പാർട്ടിലേക്കാണ് അടുത്തത് പോകുന്നത്. നമ്മൾ ഇന്നലെ ഏതായിരുന്നു പഠിച്ചത്? ഫ്രേസസ് ആയിരുന്നല്ലേ. ഫ്രേസസ് എന്താ? അതായത് ഒരുപാട് ഫ്രേസസ് നമ്മൾ നോക്കി. വെർബൽ ഫ്രേസ്, നൗൺ ഫ്രേസ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ് ഫ്രേസസ്, പ്രിപ്പോസിഷൻ ഫ്രേസസ്. നൗണിൻ്റെ ഒപ്പം അതിനെ കുറച്ചും കൂടി അതിനൊരു ഫ്രേസൽ രൂപത്തിൽ, അല്ലെങ്കിൽ 2 വേർഡ്സ് ഒരുമിച്ച് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു മീനിങ് ഫുൾ വേർഡ്സ് ആയിട്ട് പറയുന്ന തരത്തിലുള്ള 2 വേർഡ്സ് കൂടി ചേരുമ്പോൾ പറയുന്നതിനാണ് നമ്മൾ ഫ്രേസസ് എന്ന് പഠിച്ചു അല്ലേ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഡിയംസ് ആണ്. ഇഡിയംസും ഫ്രേസസും ഏകദേശം ഒരേ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇഡിയംസ് എന്താണ്? ഇഡിയംസ് ആർ ഫ്രേസസ്, ദാറ്റ് ഇസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇഡിയംസ് എന്ന് പറയുന്നത്. ഇഡിയംസ് ആർ ഓൾസോ നോൺ as ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഹാവ് എ ഹിഡൻ മീനിങ് വിച്ച് ഈസ് നോട്ട് ക്ലിയർ വെൻ റീഡിങ് ദ വേർഡ്സ് ലിറ്ററലി. അതായത് നമുക്ക് ശരിക്കും വായിച്ചാൽ മനസ്സിലാവില്ല അതിൻ്റെ എക്സാക്റ്റ് മീനിങ് എന്താണ്, ഇല്ലെങ്കിൽ ഓതറോ ഇല്ലെങ്കിൽ ഒരു പോയിറ്റോ എന്താണ് യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ളതാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. പക്ഷേ ഫ്രേസസ് എങ്ങനെയാണോ? ഇല്ല, നമുക്ക് ആ 2 വേർഡ്സും പരിചയമുള്ള വേർഡ്സ് തന്നെയായിരിക്കും. എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്ന സെൻറ്റൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ മനസ്സിലാവും. പക്ഷേ ഇഡിയംസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഹിഡൻ മീനിങ് ഉണ്ടാവുമെന്നാണ് അതിൻ്റെ പറയുന്നത്. ഇഡിയംസിന് എപ്പോഴും ഒരു ഹിഡൻ മീനിങ്സ് ഉണ്ടാവും. അതിൽ യൂസ് ചെയ്യുന്ന 2 വേർഡ്സും നമുക്ക് ചിലപ്പോൾ പരിചയം പോലും ഇല്ലാത്ത സെൻറ്റൻസുകളോ വേർഡ്സുകളോ കൂടി ചേർത്തായിരിക്കും ഇഡിയംസ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇഡിയംസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. എന്തൊക്കെ തരത്തിലുള്ള എക്സാമ്പിൾസാണ് നമുക്ക് ഇഡിയംസ് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവാം എന്ന് ഈ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റത്തെ നോക്കിയേ, ഹിറ്റ് ദ ഹേ. അവിടെ ഒരു പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവാനാണ്. ഹിറ്റ് ദ ഹേ എന്ന് വെച്ചാൽ അതൊരു ഇഡിയമാണ്. സോറി ഗായ്സ്, ഐ ഹാവ് ടു ഹിറ്റ് ദ ഹേ നാവ്. അപ്പോൾ നമ്മളൊരു കോൺവെർസേഷൻ നടത്തുമ്പോൾ ഈ ഒരു ഇഡിയം ആരോടെങ്കിലും അങ്ങോട്ട് യൂസ് ചെയ്തു. എന്താണ് അതിൻ്റെ മീനിങ് എന്ന് അറിയണ്ടേ? അറ്റ് ഫസ്റ്റ് ഇറ്റ് സീംസ് ലൈക്ക് ദ പേഴ്സൺ സെയിങ് ദിസ് റിയലി വാണ്ട്സ് ടു പഞ്ച് സം ഹേ, ബട്ട് ഇറ്റ് റിയലി ജസ്റ്റ് മീൻസ് ദാറ്റ് they are really tired and want to go to sleep. ഹിറ്റ് ദ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയേർഡായി, അല്ലെങ്കിൽ ഐ ആം റിയലി ടയേർഡ് ഓഫ് ബീങ് ഓർ ഡൂയിങ് ദിസ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഇഡിയമിനെയാണ് നമ്മൾ ഹിറ്റ് ദ ഹേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? സോറി ഗായ്സ്, ഐ ഹാവ് ടു ഹിറ്റ് ദ ഹേ നൗ, ഐ ആം വെരി ടയേർഡ് നൗ, സോ ഐ ആം നോട്ട് ഡൂയിങ് ലോഡ് ഓഫ് വർക്ക്സ് എനിമോ എന്ന് പറയും. ഇനി എനിക്ക് പണി ചെയ്യാൻ വയ്യ, ഞാൻ ഭയങ്കര ടയേർഡാണ്. സോ അപ്പോൾ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ? സോറി മാൻ, ഐ ഹാവ് ടു ഹിറ്റ് ദ ഹേ നൗ. ഞാൻ വളരെ ടയേർഡായി, ഇനി ഞാൻ കളിക്കാനില്ല, ഇല്ലെങ്കിൽ എനിക്കിനി പഠിക്കണ്ട, ഐ ആം വെരി ടയേർഡ് ഓഫ് ഡൂയിങ് ദിസ് വർക്ക്. ഓക്കെ, മനസ്സിലായല്ലേ ഹിറ്റ് ദ ഹേ?
മറക്കരുത് കേട്ടോ, അതൊക്കെ ഓർത്തിരിക്കാം. നമുക്ക് ആരോടെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കോൺവെർസേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇഡിയംസ് ആണത്. അടുത്തത് നോക്കിയാലോ. അടുത്തതാണ് അപ്പ് ഇൻ ദി എയർ. അപ്പ് ഇൻ ദ എയർ. ഹേയ്, ഡിഡ് യു എവർ ഫിഗർ ഔട്ട് ദോസ് പ്ലാൻസ്? ഇപ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നമ്മളോട്. ഡിഡ് യു എവർ ഫിഗർ ഔട്ട് ദോസ് പ്ലാൻസ്? അതിൻ്റെ മീനിങ് എന്താ? നിങ്ങളെപ്പോഴെങ്കിലും പ്ലാൻ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. നൗ ദർ ആർ സ്റ്റിൽ അപ്പ് ഇൻ ദി എയർ ഫോർ നൗ. വി വിൽ ഫിഗർ എവറിത്തിങ് ഔട്ട് ലേറ്റർ. അപ്പോൾ എന്താണ് ആൻസർ? നൗ ചെയ്തിട്ടില്ല. ദേ ആർ സ്റ്റിൽ അപ്പ് ഇൻ ദി എയർ ഫോർ നൗ. വി വിൽ ഫിഗർ എവറിത്തിങ് ഔട്ട് ലേറ്റർ. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കിയാൽ എന്തുകൊണ്ടാണ് അപ്പ് ഇൻ ദ എയർ എന്ന ആ ഒരു കോൺവെർസേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. Can plants actually be floating high in the sky? Theoretically, they could if you wrote them down and threw them up. നിങ്ങൾ മനസ്സിലായോ? ഇല്ല, നമുക്ക് നോക്കാം. But this idiom really means that the situation being planned is still undecided. നമ്മളൊരു പ്ലാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നതിനെ യൂസ് ചെയ്യുന്ന ഇഡിയമാണ് അപ്പ് ഇൻ ദി എയർ. ഓക്കെ. അപ്പ് ഇൻ ദ എയർ used in these sentences to present that what the situation being planned is still undecided. Undecidedനെ പറയുന്ന ഒരു ഇഡിയമാണ് that we are doing in our conversation. Up in the air, that means not decided. And we were moving to third idiom, stabbed in the back. സ്റ്റാബ്ഡിൻ്റെ മീനിങ് അറിയോ? സ്റ്റാബ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുത്തിയേൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ് സ്റ്റാബ്ഡ്. സ്റ്റാബ്ഡ് ഇൻ ദ ബാക്ക്. ഐ ഡോണ്ട് വോണ്ട് ടു ബി ഹെയ്ലീസ് ഫ്രണ്ട് എനിമോർ, ഷീ സ്റ്റാബ്ഡ് മീ ഇൻ ദ ബാക്ക്. അല്ലേ? എന്താ പറഞ്ഞേ? എനിക്കിനി ഹെയ്ലിയുടെ ഫ്രണ്ട് ആവണ്ട, എന്നെ പിടിച്ച് അവൾ കുത്തി എന്ന് പറഞ്ഞു. ലിറ്ററലി സ്റ്റാബിങ് someone in the back could bring someone to jail. അതായത് ശരിക്കും പറയുന്നത് ഒരാൾ ജയിലിൽ അടച്ചു എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണത്. That's definitely not what this idiom means. ഇതിലെന്താണ് ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്? ആ ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? Being stabbed in the back means that you have been betrayed by someone who thought you could trust. അതായത് മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീങ് സ്റ്റാബ്ഡ് ഇൻ ദ ബാക്ക് മീൻസ് ദാറ്റ് യു ഹാവ് ബീൻ ബിട്രേഡ് ബൈ സമ്മൺ ഹൂ തോട്ട് യു കുഡ് ട്രസ്റ്റ്. നിങ്ങളിപ്പോൾ ഒരാളെ ട്രസ്റ്റ് ചെയ്തു, പക്ഷേ അയാൾ നിങ്ങളെ ചതിച്ചു. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ആ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ് സ്റ്റാബ്ഡ് ഇൻ ദ ബാക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഷീ സ്റ്റാബ്ഡ് മീ ഇൻ ദ ബാക്ക്. പുറകെ കുത്തിയെന്നാണോ പറയുന്നതല്ല. ഇഡിയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാക്റ്റ് മീനിങ് ഇഡിയമായിട്ട് നമ്മൾ പറയുമ്പോൾ അതിലൊരു ഹിഡൻ മീനിങ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരി എന്നെ ചതിച്ചു എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ് എന്താ? സ്റ്റാബ്ഡ് ഇൻ ദി ബാക്ക്. ഒരു ഇഡിയമാണ് കിൽ 2 birds with 1 stone. അല്ലേ? കിൽ 2 birds with 1 stone. ഒരു കല്ലുകൊണ്ട് 2 പക്ഷിനെ കൊല്ലാം എന്ന് പറയാം. അങ്ങനെ ഒരു ഇഡിയമുണ്ട്. എന്താണ് അതിൻ്റെ ഹിഡൻ മീനിങ് എന്ന് നമുക്ക് നോക്കണ്ടേ? ഓക്കെ. Why not go to the post office on your way to the mall and kill 2 birds in 1 stone? Don't worry, we are not actually killing any birds here. ഇവിടെ നമ്മൾ ഒരു പക്ഷീനെ കൊല്ലുകയല്ല. We don't kill any birds here. When you kill 2 birds with 1 stone, a single action knocks out 2 tasks, 4 responsibilities. Accomplish 2 different things at the same time. In this case, posting a letter and doing some shopping in 1 trip. അതായത് നമ്മളിപ്പോൾ ഒറ്റയടിക്ക് 2 കാര്യങ്ങൾ ചെയ്യും. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഗെയിം കളിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. 2 കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന പ്രവൃത്തി. ഇപ്പോൾ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ലെറ്റർ പോസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഡൂയിങ് സം ഷോപ്പിംഗ് ഇൻ 1 ട്രിപ്പ്. അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനും കൂടി പോയി. ഒരു കാര്യത്തിന് ഇറങ്ങിയപ്പോൾ 2 കാര്യം ചെയ്തു എന്ന് പറയുന്നതിനെയാണ് കിൽ 2 birds with 1 stone. ഇതൊരു ഹിഡൻ മീനിങ് അല്ലേ? അതിനെയൊക്കെ നമ്മൾ ഇഡിയംസ് എന്ന് പറയും. അപ്പോൾ ഇഡിയംസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനിയും എക്സാമ്പിൾസ് വേണോ? നമുക്കിനി ടെക്സ്റ്റൽ പാരഗ്രാഫിൽ നിന്ന് ഒരു എക്സാമ്പിൾ നോക്കിയാലോ? ഓക്കെ. ഒരു പാരഗ്രാഫിൽ ഒരു ഇഡിയം ഉണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഏതാന്ന്? He was assured was certain to win, but the last resort had failed. Terrified of the prosecution that must follow,
sick at heart, stuck in despair, he had shut himself in his room and turned on the gas. ഇതിൽ ഈ ഒരു പാരഗ്രാഫിൽ ഒരു ഇഡിയമുണ്ട്. ഇഡിയം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ആ ഒരു ഹിഡൻ മീനിങ് യൂസ് ചെയ്ത് വെക്കുന്ന 2-3 വേർഡ്സ് കൂടിച്ചേരുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇഡിയംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പാരഗ്രാഫിലുള്ള ഇഡിയംസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് വായിച്ചു നോക്കിക്കേ. കിട്ടിയോ? ഓക്കെ, അന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവസാനത്തെ റിസോർട്ട് എന്നാണോ? അതൊരു ഇഡിയമാണ് അല്ലേ? ദ ലാസ്റ്റ് റിസോർട്ട്. അവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ? ലാസ്റ്റ് റിസോർട്ട്, അതായത് അവസാന മാർഗം അവനവിടെ ഉദ്ദേശിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവനെന്താ ചെയ്തത്? ഹോഴ്സിൻ്റെ ആ ഒരു അല്ലെങ്കിൽ കുതിരപ്പന്തയത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ പ്രാവശ്യം തോറ്റുപോയി. പിന്നീട് ഓഫീസിൽ നിന്ന് പണം മോഷ്ടിച്ച് പിന്നെയും അതിന് കൊടുത്തു. പക്ഷെ അതിനും അവന് ജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ലാസ്റ്റ് മാർഗം ഫെയിൽഡായി പോയി എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇഡിയം ഫോമാറ്റാണ് ലാസ്റ്റ് റിസോർട്ട്. ബട്ട് ദിസ് ലാസ്റ്റ് റിസോർട്ട് ഹാഡ് ഫെയിൽഡ്. ഇല്ലെങ്കിൽ എൻ്റെ അവസാനത്തെ മാർഗവും അവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇഡിയമാണ് ലാസ്റ്റ് റിസോർട്ട്. മനസ്സിലായോ എല്ലാവർക്കും എന്താണ് ലാസ്റ്റ് റിസോർട്ടെന്ന്? ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഇഡിയംസും ഇതുവരെ പഠിപ്പിച്ച പല ഗ്രാമർ പോർഷനും നമ്മുടെ ഈ പാരഗ്രാഫ്സിലുണ്ട്. എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? നോക്കിക്കേ ഒന്ന്, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ കുറേ ഇഡിയംസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാം മനസ്സിലായോ? ഇതുവരെയുള്ള എത്ര പാരഗ്രാഫ്സ് നമ്മൾ പഠിച്ചു? 14 പാരഗ്രാഫ്സും പഠിച്ചു. അതുവരെയുള്ള സൈഡ് ക്വസ്റ്റ്യൻസും അതിൽ വരുന്ന ഗ്രാമർ പാർട്ടും നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് വിശദീകരിച്ച് തന്നെ ഓരോ പാരഗ്രാഫും അതിൻ്റേതായ ആ ഒരു കംപ്ലീറ്റ് മീനിങ്സ് അടക്കം പറഞ്ഞു തന്നില്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നല്ല തറവായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ പാരഗ്രാഫ്സ് എല്ലാം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് മറക്കരുത് കേട്ടോ, എന്തെങ്കിലും ഡൗട്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്കിനി നാളെ എടുക്കാനുള്ളത് അവസാനത്തെ പാരഗ്രാഫാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആ പാരഗ്രാഫ്സും മീനിങ്സും ഗ്രാമർ പാർട്ട് പ്രത്യേകിച്ച് ഗ്രാമർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ നിങ്ങൾ 10th ആണ്. അപ്പോൾ എന്താണ് ഏതൊക്കെയാണെന്ന് ആ ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ വലിയ ഗ്രാമർ പഠിച്ചിട്ട് കാര്യമുള്ളൂ അല്ലേ? അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇതുവരെയുള്ളിടത്ത് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കുക, നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, എക്സാംസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും താങ്ക് യു.